എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഇന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടൊരു സംശയമാണ്, അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ എടുക്കണമോ, ടൈം എപ്പോഴാണെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ 8 പേർ മാത്രം മതി നമുക്ക് 9,000 എന്ന ഘട്ടത്തിലെത്താൻ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്, അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ എടുക്കണമെന്ന്. അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ എടുക്കണോ, ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ എടുക്കണോ. അത് ഏതെങ്കിലും ഒരു കോളേജിൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ സീറ്റ് ലഭിച്ചു. അപ്പോൾ സീറ്റ് ലഭിക്കുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഇപ്പോൾ നിങ്ങൾക്കൊരു 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിച്ചത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആ 5ാമത്തെ സീറ്റ് മതിയെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള 4 എന്ത് ചെയ്യേണ്ടി വരും, കട്ടാക്കി കളയേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷനാണ് ലഭിക്കുന്നതെങ്കിൽ 2ാമത്തെ അലോട്ട്മെൻറ്റിലും എന്തായാലും 1ാമത്തെ ഓപ്ഷനേ ലഭിക്കുകയുള്ളൂ, കാരണം ഹയർ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ എടുക്കണമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്ക് പറയാനുള്ളതല്ല, ശരിക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ മാൻഡറ്ററി ഫീ എന്ന് പറഞ്ഞൊരു ഫീസുണ്ട്. ആ ഫീസ് അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാൻഡറ്ററി ഫീസ് അടച്ചു കഴിയുമ്പോൾ ഇത് കേരള യൂണിവേഴ്സിറ്റിക്ക് ജനറൽ കാറ്റഗറിക്ക് ഏതാണ്ട് 1,850 രൂപയെങ്ങാണ്ടാണ് മാൻഡറ്ററി ഫീ. SC/ST കാറ്റഗറിക്ക് ആകുമ്പോൾ 930 രൂപയെങ്ങാണ്ടായി കിട്ടും. അപ്പോൾ ആ മാൻഡറ്ററി ഫീ അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്കാക്കണം, അത് സ്ഥിരപ്പെടുത്തി വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. എപ്പോഴാണ് അഡ്മിഷന് ഹാജരാവേണ്ടത്? സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് എന്ത് ചെയ്യേണ്ടത്, സ്കൂളിൽ ഹാജരാവേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ മാൻഡറ്ററി ഫീ അടച്ച് ബുക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ച് ബുക്ക് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് നിങ്ങൾ കോളേജിലേക്ക് പോകേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റായി ലഭിച്ചു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, എനിക്ക് ആ കോളേജ് മതി അടുത്ത അലോട്ട്മെൻറ്റിൽ, എനിക്ക് അവിടെ തന്നെ പഠിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചൊരു വിദ്യാർത്ഥിക്ക് ബാക്കി 4 ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്, അത് കളയാതെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ട് കയറും. ഇനിയിപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ്, അതായത് ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഹയർ ഓപ്ഷൻസ് വേണ്ടാത്ത വിദ്യാർത്ഥി, അതായത് 5ാമത്തെ ഓപ്ഷൻ കിട്ടിയെങ്കിൽ അത് മതി എന്ന് പറയുന്നവർക്ക് എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ളത് കളഞ്ഞാൽ മതി. എന്നാൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയെന്നാൽ എനിക്ക് 5ാമത്തെ പോരാ, 1ാമത്തെ 2ാമത്തെ വേണം എന്ന്, അതായത് 2ാമത്തെ 1ാമത്തെയൊക്കെ വേണം, 2ാമത്തെ 1ാമത്തെയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹയർ ഓപ്ഷൻസ് അവിടെ വെക്കണം, നിങ്ങൾ കളയരുത്. അത് 2-1 നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യരുത്. ഇനിയിപ്പം 5ാമത്തെ മതി എന്നുള്ളവർ മാത്രം ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്താൽ മതി. സമയം വന്നു എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്ന്. അപ്പോൾ ടൈം ഞാൻ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് പറയുകയാണ്, 5 മണി ടു 7 മണിയായിട്ടാണ് എക്സ്പെക്റ്റഡ് ടൈമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് രാത്രിയോടായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ പറയുന്നതിന് കാരണം, കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത്, 13/6/2024. നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറുക, UG അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്യുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ നേരെ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട് 13/6/2024, 13/4/2026, 24. അപ്പം ആ 13/6/2024 എന്നാണ്, ഇന്നാണ് ആ ദിവസം, നാളെയല്ല മറ്റന്നാളല്ല, 13-ാം തീയതി ഇന്നാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞത് പ്രകാരം എന്താണ്, ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 5 ടു 7 മണിയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് മറ്റെല്ലാ അലോട്ട്മെൻറ്റുകളും 5 മണി ടു 7 മണിക്കുള്ളിലാണ് വരുന്നത്. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പോൾ കൊണ്ട് പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്.